പ്രമുഖ ചരിത്രകാരൻ കെ.എൻ. പണിക്കർ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. അന്ത്യം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വിടവാങ്ങിയത് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ കാവലാളായ ചരിത്രകാരൻ. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും. അൺഫിലിറ്റ്, വലിയ നഷ്ടം. എപ്പോഴായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാരം അടക്കമുള്ള ചടങ്ങുകൾ? മറ്റു വിവരങ്ങൾ? ശരി, തീർച്ചയായും രാജ്യത്തെ തന്നെ പ്രഗത്ഭ ചരിത്രകാരന്മാരിൽ ഒരാളായി തന്നെയാണ് കെ.എൻ. പണിക്കർ. അദ്ദേഹത്തിന്റെ സ്ഥാനം അങ്ങനെ തന്നെയാണ്. അതങ്ങ് മരിക്കുന്നു. 90-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വിടവാങ്ങുന്നതെങ്കിൽ കൂടി ഒരു നികത്താനാകാത്ത നഷ്ടം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ചരിത്ര പാണ്ഡിത്യം, പണ്ഡിതൻ, അധിനിവേശ കാലഘട്ടത്തിന്റെ സാംസ്കാരിക ചരിത്രം, ഇതായിരുന്നു അദ്ദേഹം പ്രധാനമായും അദ്ദേഹത്തിന്റെ ഗവേഷണ മേഖല എന്ന് പറയുന്നത്. ഈ ചരിത്രത്തെ വളച്ചൊടിക്കുന്നതിനെതിരെ എന്നും പോരാടിയ ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു. അതിനെതിരെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന്റെ ലേഖനങ്ങളും ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും ഒക്കെ തന്നെയും ഈ ചരിത്രത്തെ വളച്ചൊടിക്കുന്നതിന് എതിരെയായിരുന്നു എന്നും അദ്ദേഹം പോരാടിക്കൊണ്ടേയിരുന്നത്. ഈ മതേതരത്വത്തിന് വേണ്ടി മാത്രം നിലകൊണ്ട ഒരു വ്യക്തിത്വമായിരുന്നു. പല വർഗീയതയ്ക്കെതിരെ, വർഗീയ രാഷ്ട്രീയത്തിനെതിരെയും എന്നും ശബ്ദമുയർത്തി അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാ ഗ്രന്ഥങ്ങളും, മിക്ക ഗ്രന്ഥങ്ങളും പ്രബന്ധങ്ങളും ഒക്കെ രചിക്കപ്പെട്ടുള്ളത് കെ.എൻ. പണിക്കരുടെ ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഈ മലബാർ കലാപത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മലബാർ കലാപം എന്ന് പറഞ്ഞ ഏറെ ശ്രദ്ധേയമായ ഒരു പുസ്തകം തന്നെയായിരുന്നു. ഈ പ്രഭുത്വത്തിനും രാജവാഴ്ചയ്ക്കും എതിരേക്ക് ഏറെ ശ്രദ്ധേയമായ ഒരു പുസ്തകം തന്നെയായിരുന്നു. എല്ലാ കാലത്തും കർഷക പോരാട്ടത്തിന്റെ ചരിത്രത്തേക്ക് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ് ഈ പ്രഭുത്വത്തിനും ഒക്കെ എതിരെ. അതായത് എന്തായിരുന്നു ചരിത്രം, ആ ചരിത്രത്തെ അതേ രീതിയിൽ അവതരിപ്പിക്കാൻ കാലഘട്ടത്തിനനുസരിച്ച്, കാലഘട്ടം മാറും തോറും പുതിയ തലമുറയ്ക്ക് പ്രചോദനം നൽകുന്ന, അല്ലെങ്കിൽ ചരിത്രത്തെ കുറിച്ച് അവബോധം നൽകുന്ന, അതിന്റെ തന്മയത്വത്തെ ഒട്ടും തന്നെ ചോരാതെ അതേ രീതിയിൽ അദ്ദേഹം തന്നെ ഗ്രന്ഥങ്ങളിലും പ്രബന്ധങ്ങളിലും ഒക്കെ തന്നെയും അദ്ദേഹം കൊണ്ടുവരാൻ കഴിഞ്ഞു. അവിടെയാണ് കെ.എൻ. പണിക്കർ എന്ന ചരിത്രകാരനെ അടയാളപ്പെടുത്തുന്നത്. അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന് നിരവധി പുസ്തകങ്ങൾ 2002 എഴുതിയ ഈ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്സ്, കണ്ടംപററി ഇന്ത്യ, അത് 97 സെക്കുലർ ചരിത്രങ്ങൾ, നിരവധി ഇന്റർനെറ്റ് കൊളോണി മൊഡോണിറ്റി, അത് 2002 ഏറ്റവും ഒടുവിലിറങ്ങിയ അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. JNUവിലെ ചരിത്ര വിഭാഗത്തിന്റെ മേധാവിയായിരുന്നു അദ്ദേഹം. അതിനുശേഷം അദ്ദേഹം നമ്മുടെ കാലിക്കറ്റ് സർവകലാശാല VC ആയി പ്രവർത്തിച്ചു. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ, ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ചെയർമാനായിരുന്നു കെ.എൻ. പണിക്കർ. അങ്ങനെ എല്ലാ കാലത്തും അദ്ദേഹം ഇടതു അനുഭാവിയൊക്കെ ആയിരുന്നു എന്ന് വേണം, ഇടത് സഹയാത്രിക, ഇടതുപക്ഷത്തോടൊക്കെ ചേർന്ന് പ്രവർത്തിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പലപ്പോഴും വലതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ തന്നെ എപ്പോഴും വിമർശനങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ ഒരു സമയത്തൊക്കെ ഏറ്റുവാങ്ങി തന്നെ മുന്നോട്ട് പോരുന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു കെ.എൻ. പണിക്കർ എന്ന് പറയുന്നത്. നിരവധി വിദേശ സർവകലാശാലകൾക്ക് വിസിറ്റിംഗ് പ്രൊഫസറൊക്കെ ആയിട്ട് അദ്ദേഹം ഒട്ടേറെ കാലം തന്നെ അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന്റെ സേവനം അനുഷ്ഠിച്ചിരുന്നു. ഈ പ്രബന്ധങ്ങളും ചരിത്ര പുസ്തകങ്ങളും നിരവധി അദ്ദേഹത്തിന്റെ ഉണ്ട്. 2017 കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വമൊക്കെ നമുക്ക് അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഈ ഏറെക്കാലമായി അസുഖബാധിതനായ പൊതുരംഗത്ത് നിന്ന് ഇപ്പോൾ വിടവാങ്ങുന്നത് 90-ാമത്തെ വയസ്സിലാണ്. പൊതുരംഗത്ത് നിന്ന് ഏറെ കാലമായി അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു. കാരണം ഈ വാർദ്ധക്യ സഹജമായ സുഖങ്ങളാൽ അദ്ദേഹത്തെ ഏറെക്കാലമായി കഴിഞ്ഞ കുറെ കാലം അദ്ദേഹം അലട്ടിക്കൊണ്ടിരുന്നു. വല്ലാണ്ട് അങ്ങനെ അലട്ടുകയായിരുന്നു. തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു അദ്ദേഹം സ്വകാര്യ SCDയില് ആണ് അദ്ദേഹം SUTയിൽ ക്ഷമിക്കണം, അവിടെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഭൗതിക ശരീരം. ഇനി എന്തായാലും നാളെയാണ് അദ്ദേഹത്തെ സംസ്കാര ചടങ്ങുകളൊക്കെ ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ രാവിലെ ജവഹർലാൽ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുവരും. അതിനുശേഷം വൈകിട്ട് വരെയും പൊതുദർശനം ഉണ്ടാകും. 4 മണിക്ക് ശാന്തി കവാടത്തിൽ സംസ്കാരം എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഇപ്പോൾ നിലവിലെ അദ്ദേഹത്തിന്റെ സംസ്കാര രീതിയൊക്കെ, ആ സംസ്കാരത്തിലെ ആ ഒരു നടപടിക്രമങ്ങൾ ഇങ്ങനെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇനി അതിനുശേഷം മാറ്റം ഉണ്ടാകുമെന്ന് അറിയില്ല. എന്തായാലും തൈക്കാട് ശാന്തി കവാടത്തിൽ തന്നെ വീട്ടിൽ പൊതുദർശനമാണ്. അതിനപ്പുറത്തേക്ക് മറ്റെവിടെയെങ്കിലും പൊതുദർശനം ഉണ്ട കാര്യവും ഇനി ചിലപ്പോൾ ഒരുപക്ഷെ വരും മണിക്കൂറുകളൊക്കെ അറിയാൻ കഴിയും. മുഖ്യമന്ത്രി, ഒപ്പം തന്നെ പാർട്ടി നേതൃത്വം, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ വിവിധ വ്യക്തിത്വങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ശരി. പ്രമുഖ ചരിത്രകാരൻ കെ.എൻ. പണിക്കർ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. അന്ത്യം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വിടവാങ്ങിയത് കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ സ്ഥാപക ചെയർമാൻ കൂടിയാണ്. വിവരങ്ങളാണ് അൺഫിലിറ്റ് ഡിസൂസ തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്.